ഇതിലേതോ ഒന്ന് മാത്രം ആഗമസന്ധിക്ക് ഉദാഹരണമാണ്, ബാക്കി മൂന്നും മറ്റേതോ സന്ധികളാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയത്, വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് തുടങ്ങിയ ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ചോദ്യങ്ങൾ അങ്ങനെ തന്നെ വന്നില്ല എങ്കിൽ പോലും ഇതിനോടനുബന്ധിച്ചുള്ള പല വിവരങ്ങളും ഓർത്തെടുക്കാൻ നിങ്ങളെ ഈ സെഷൻ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കടക്കാം നമ്മുടെ ഇനി വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ പറയുന്ന 12 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 12 ചോദ്യങ്ങളുടെ ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം നിങ്ങളൊരു കടലാസിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 12 ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ എത്ര എണ്ണം നമുക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാകും. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ തയ്യാറെടുപ്പ് എത്രത്തോളം ഫലവത്തായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ സ്വയം ഒരു തിരിച്ചറിവുണ്ടാകാൻ ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപ് ഏതാനും സെക്കൻഡുകൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ആ സമയത്ത് നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? വീഡിയോ തുടർന്ന് കാണാവൂ. ഡീലാണല്ലോ? അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: രാമായണത്തിലെ ഏത് ഭാഗമാണ് രാമചരിതത്തിലെ മുഖ്യ പ്രതിപാദ്യം? രാമചരിതം എന്ന കൃതി നമുക്ക് സുപരിചിതമാണല്ലേ? കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന മലയാള കൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ്. ശ്രീരാമകവിയാണ് രാമചരിതം എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ആ രാമചരിതത്തിൽ, ആ രാമായണ കഥയിൽ ഏത് അധ്യായത്തിനാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാലകാന്ഡം, ഓപ്ഷൻ ബി ആരണ്യകാന്ഡം, ഓപ്ഷൻ സി സുന്ദരകാന്ഡം, ഓപ്ഷൻ ഡി യുദ്ധകാന്ഡം. ഇതിൽ ഏത് അധ്യായത്തിനാണ് രാമചരിതത്തിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്? ശരിയായ ഉത്തരം മാർക്ക് ചെയ്തോ? ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്യുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. യുദ്ധകാന്ഡ കഥയ്ക്കാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. രാമരാവണ യുദ്ധത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രചിച്ചിട്ടുള്ള കൃതിയാണ് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന മലയാള കൃതിയായ രാമചരിതം. ഇത് രചിച്ചത് ആരാണ്? ശ്രീരാമകവിയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി രാമചരിതത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ദാ നോക്കൂ, എഴുത്തച്ഛന്റെ കാലഘട്ടത്തിന് മുൻപ് മലയാള സാഹിത്യ ശാഖ 2 കൈവഴികളായിട്ടാണ് വിഹരിച്ചിരുന്നത്. പാട്ടുപ്രസ്ഥാനം എന്ന പേരിലും മണിപ്രവാള പ്രസ്ഥാനം എന്ന പേരിലും. അതിൽ തന്നെ പാട്ടുപ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രാചീന കൃതി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? രാമചരിതമാണ്. രാമായണം യുദ്ധകാന്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് രാമചരിതം എഴുതിയിട്ടുള്ളത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. പിന്നെയോ, രാമചരിതത്തിന്റെ കർത്താവ് ഒരു ശ്രീരാമകവിയാണ് എന്ന് ഗ്രന്ഥാവസാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാമചരിത കൃതി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? കാനനങ്ങളിൽ അരൻ കളിറുമായി കരുണിയായി കാർ നെടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടൻ്റെൻ്റാനനം വടിവുള്ളാന വടിവായി അവതരിത്താതിയെ നല്ല വിനായകൻ എന്മൊരമലനെ ഞാനിതുൻ്റെ തുനിയുൻ്റെതിനൻ മാനതമെന്നും നാളതാർ തന്നിൽ നിരന്തരം ഇരുന്തരുൾ ചെയ്ത് തെളിന്തൂനമറ്ററിവെനക്ക് വന്നുദിക്കും വണ്ണമേ ഊഴിയേഴിലും നിറൈന്ത മറഞ്ഞാന പൊരുളെ. ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, തൻ്റെ കൃതിയുടെ രചനയ്ക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവും വന്നു കൂടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീരാമകവി എന്തിലേക്ക് കടക്കുന്നത്? രാമചരിതത്തിന്റെ രചനയിലേക്ക് കടക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന രാമചരിതത്തിന്റെ അവസാനത്തെ പദ്യത്തിൽ കൃതി എഴുതിയത് ശ്രീരാമനാണ് എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് കൂടിയാണത്. ശ്രീരാമകവി അറിയപ്പെടുന്നത് കേരള ചോസർ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഇംഗ്ലീഷ് സാഹിത്യം ആരംഭിച്ചത് ചോസർ, ജെഫ്രി ചോസർ എന്ന കവിയിൽ നിന്നാണ്. അതുപോലെ മലയാള കവിതാ സാഹിത്യം ആരംഭിച്ചത് ശ്രീരാമകവിയിൽ നിന്നാണ്. അപ്പോൾ എന്താണോ ലോക സാഹിത്യത്തിൽ ജെഫ്രി ചോസർ ചെയ്തത്, അതിന് സമാനമായിട്ട് മലയാള സാഹിത്യത്തിൽ ശ്രീരാമകവി ചെയ്തതിൻ്റെ പേരിലാണ് ശ്രീരാമകവിയെ കേരള ചോസർ എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന്, ലീലാതിലകത്തിന്റെ ലക്ഷണപ്രകാരം നമുക്കറിയാം
മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ലീലാതിലകമാണ്. ഇതേ ഗ്രന്ഥത്തിൽ തന്നെയാണ് പാട്ട് എന്നതിന് നിർവചനവും കൊടുത്തിട്ടുള്ളത്. എന്താണ് പാട്ടിന്റെ നിർവചനം? ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ യതുക മോന വൃത്ത വിശേഷയുക്തം പാട്ട്. ഇതാണ് പാട്ടിന് കൊടുത്തിട്ടുള്ള നിർവചനം. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് മണിപ്രവാളത്തിന് കൊടുത്തിട്ടുള്ള നിർവചനം. വീണ്ടും പാട്ടുപ്രസ്ഥാനത്തിലേക്ക് തന്നെ വന്നാൽ ലീലാതിലകം അനുശാസിച്ചിരിക്കുന്ന ഈ നിർവചനത്തെ പൂർണ്ണമായും പിന്തുടരുന്ന കൃതിയാണ് രാമചരിതം. അത്തരത്തിൽ 2 കൃതികളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഏതൊക്കെയാ? 1 രാമചരിതം, 2 തിരുനിഴൽമാല. ഈ 2 കൃതികളും ലീലാതിലകത്തിൽ പാട്ടിന് കൊടുത്തിട്ടുള്ള നിർവചനത്തെ പൂർണ്ണമായും കൃത്യമായും പിന്തുടരുന്നത് നമുക്ക് കാണാം. കിട്ടിയല്ലോ. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. യുദ്ധകാന്ഡമാണ് രാമചരിതത്തിലെ പ്രതിപാദ്യമെങ്കിലും യുദ്ധകാന്ഡത്തിന്റെ ഭൂമികയിൽ രാമായണ കഥയെ സംഗ്രഹിക്കുകയാണ് രാമചരിതകാരൻ ചെയ്തിട്ടുള്ളത്. യുദ്ധകാന്ഡ കഥയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് പറയുമ്പോഴും രാമായണ കഥയെ സംഗ്രഹിക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? ശ്രീരാമകവി ശ്രമിച്ചിട്ടുണ്ട്. രാമായണ കഥയെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും രാമചരിതത്തിൽ കാണാം. പക്ഷെ പ്രാധാന്യം നൽകിയിരിക്കുന്ന എന്തിനാണ്? യുദ്ധകാന്ഡത്തിനാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പദശുദ്ധിയിൽ നിന്നാണ് അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ സൃഷ്ടാവ്, ഓപ്ഷൻ ബി വാഗ്വാദം, ഓപ്ഷൻ സി പുനരഭി, ഓപ്ഷൻ ഡി പ്രത്യാഘാതം. ഇതിലേതാണ് ശരിയായ പദം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ഈ തന്നിട്ടുള്ളതിൽ ശരിയായ പദം വാഗ്വാദമാണ്. വാഗ്വാദമാണ് ശരിയായ പ്രയോഗം. ബാക്കി 3 വാക്കുകളും തെറ്റാണ്. എങ്ങനെ ശരിയാക്കാം? സൃഷ്ടാവ് തെറ്റ്. സൃഷ്ടി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം അല്ലേ? സൃഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. പക്ഷേ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവല്ല, പിന്നെയോ സ്രഷ്ടാവാണ്. സ്രഷ്ടാവ്. ഇതാണ് ശരിയായ പദം. നൃത്തം എന്ന് എഴുതുമ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? നൃത്തം. നൃത്തം ചെയ്യുന്നവൻ ആരാണ്? നർത്തകനാണ് കേട്ടോ. നർത്തകനാണ് ശരിയായ പദം. അതുപോലെ പ്രസംഗിക്കുന്നവൻ പ്രാസംഗികനല്ല, പ്രസംഗകൻ എന്നുള്ളതാണ് ശരിയായ പദം. ഇതൊക്കെ നിത്യജീവിതത്തിൽ എല്ലാവരും തെറ്റിക്കുന്ന പദങ്ങളാണ്. അതുപോലെ പുനരഭി, ഇങ്ങനെ ഒരു വാക്ക് മലയാളത്തിലില്ല. പുനഃ അധികം അഭി. പിരിച്ചെഴുതുമ്പോ പുനഃ അധികം അഭി എന്ന് വരും. ഇതാണ് ചേർത്തെഴുത്തിൽ എന്തായി മാറുന്നത്? പുനരഭി എന്നായിട്ട് മാറുന്നത്. പുനരഭി ജനനം, പുനരഭി മരണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സന്ധി സംഭവിക്കുമ്പോൾ ആദ്യത്തെ വാക്കിന്റെ ഒടുവിൽ വിസർഗ ചിഹ്നം ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ വാക്കിന്റെ തുടക്കത്തിൽ സ്വരാക്ഷരമാണെങ്കിൽ ചേർത്തെഴുത്തിൽ ഏതക്ഷരം വരും? രാ എന്ന അക്ഷരം വരും. പുനഃ അധികം അവലോകനം ചേർത്തെഴുതുമ്പോ എന്തു വരും? പുനരവലോകനം എന്ന് വരും. രാ എന്ന അക്ഷരം നടുക്ക് വന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ വാക്ക് വിസർഗ ചിഹ്നത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ വിസർഗ ചിഹ്നത്തിന്റെ സ്ഥാനത്ത് രേഫം അല്ലെങ്കിൽ രാ എന്ന അക്ഷരം ആഗമിക്കുന്നത്. ഇനി പ്രത്യാഘാതം എന്നുള്ളതാണോ ശരി? അല്ല, പ്രത്യാഘാതം അല്ലെ? പ്രത്യാഘാതം എന്നുള്ളതാണ് ശരി. പ്രത്യാഘാതം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. കിട്ടിയല്ലോ. അപ്പോൾ തെറ്റായ പദങ്ങളും നമുക്ക് മനസ്സിലായി, അതിനെ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ള എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ പെടുന്നു? മലയാള അക്ഷരമാലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. മധ്യമമാണോ, ഊഷ്മാവാണോ, ദ്രാവിഡ മധ്യമമാണോ, ദ്രാവിഡ അനുനാസികമാണോ? ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ് ള എന്നതാണ് ചോദ്യം. ഉത്തരം അറിയാവോ? ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദ്രാവിഡ മധ്യമം.
ള ഴ റ ഈ 3 അക്ഷരങ്ങളെയും ചേർത്ത് എന്താ വിളിക്കുന്നേ? ദ്രാവിഡ മധ്യമം എന്നാണ് വിളിക്കുന്നത്. യ ര ല വ ള ഴ റ ഈ അക്ഷരങ്ങളെ ചേർത്ത് മധ്യമങ്ങൾ എന്ന് പൊതുവിൽ വിളിക്കാറുണ്ട്. അതിൽ തന്നെ അവസാനത്തെ 3 അക്ഷരങ്ങളായ ള ഴ റ ദ്രാവിഡ ഭാഷയിൽ നിന്ന് കടം കൊണ്ടതാണ്. അതുകൊണ്ട് അവയെ ദ്രാവിഡ മധ്യമം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മലയാള അക്ഷരമാലയെ മൊത്തത്തിൽ എങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദാ നോക്കൂ, മലയാളത്തിലെ വ്യഞ്ജനങ്ങളിൽ തന്നെ വ്യഞ്ജനങ്ങൾ എത്രയുണ്ട്? മലയാളത്തിലെ വ്യഞ്ജനങ്ങളുടെ എണ്ണം 36. മലയാളത്തിൽ മൊത്തം എത്ര വ്യഞ്ജനങ്ങളാണുള്ളത്? 36 വ്യഞ്ജനങ്ങളാണുള്ളത്. മലയാളത്തിൽ 36 വ്യഞ്ജനങ്ങൾ. അതിൽ തന്നെ ആദ്യത്തെ 25 അക്ഷരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നേ? വർഗാക്ഷരങ്ങൾ. കേട്ടോ, മലയാളത്തിലെ ആദ്യത്തെ 25 അക്ഷരങ്ങൾ വർഗാക്ഷരങ്ങളാണ്. കായിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന 25 വർഗാക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത്. അതിനോടൊപ്പം 11 അക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴാണ് മലയാള വ്യഞ്ജനാക്ഷരമാല പൂർണ്ണമാകുന്നത്. വ്യഞ്ജനങ്ങൾ 36, വർഗാക്ഷരങ്ങൾ 25. വ്യഞ്ജനാക്ഷരങ്ങൾ കായിൽ തുടങ്ങി റായിൽ അവസാനിക്കുന്ന 36 എണ്ണവും വർഗാക്ഷരങ്ങൾ കായിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന 25 എണ്ണവുമാണ്. മറക്കരുത് കേട്ടോ. ഇനി ക ഖ ഗ ഗ ങ ച ഛ ജ ജ ഞ ട ട ഢ ഡ ണ ത ത ധ ധ ന പ പ ഭ ഭ മ ഈ 25 അക്ഷരങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? വർഗാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ക ഖ ഗ ഗ ങ കവർഗമാണ്. ച ഛ ജ ജ ഞ ചവർഗമാണ്. ട ട ഢ ഡ ണ ടവർഗമാണ്. ത ത ധ ധ ന തവർഗമാണ്. പ പ ഭ ഭ മ പവർഗമാണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. എന്തും കൂടിയുണ്ട്? വെർട്ടിക്കൽ ആയിട്ടുള്ളത് കൂടിയുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി ചോദിക്കാനുള്ള സാധ്യത അതായിരിക്കും കേട്ടോ. ക ച ട ത പ ഖരവർണ്ണങ്ങളാണ്. ഖ ഛ ഠ ഥ ഫ ഈ 5 പേരെ എന്ത് വിളിക്കുന്നു? അതിഖരവർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. ഗജട ദബ മൃദുവർണ്ണങ്ങളാണ്. ഘ ഝ ഢ ധ ഭ ഈ 5 വർണ്ണങ്ങൾ ഘോഷങ്ങളാണ്. ങ ഞ ണ ന മ ഈ 5 വർണ്ണങ്ങൾ അനുനാസിക വർണ്ണങ്ങളാണ്. ഇങ്ങനെ ഒരു വർഗീകരണം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെയുള്ള ചോദ്യം പ്രതീക്ഷിക്കാം? ചവർഗത്തിലെ മൃദുവേത്. എങ്ങനെ? ചവർഗത്തിലെ മൃദുവേത് ഏതാ? ഈ കാണുന്ന 5 അക്ഷരങ്ങൾ ചവർഗം, ഇതാണ് അതിലെ മൃദു. അപ്പൊ ഉത്തരം ഏതാ? ജായാണ്. ചവർഗത്തിലെ മൃദുവേതാണ്? ജായാണ്. ഇതുപോലെ ഏത് വേണമെങ്കിൽ ചോദിച്ചൂടെ? കവർഗത്തിലെ ഖരവർണം ഏത് എന്ന് തുടങ്ങി പവർഗത്തിലെ അനുനാസികം ഏത്? 25 തരത്തിലുള്ള ചോദ്യവും നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ടേബിള് നിങ്ങൾ മനഃപ്പാടമാക്കണം. കവർഗം, ചവർഗം, തവർഗം, തവർഗം, പവർഗം, ഖരം, അധികരം, മൃദുഘോഷം, അനുനാസികം. ഈ ഒരു ടേബിള് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ വർഗാക്ഷരങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഒരു 11 അക്ഷരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആരൊക്കെയാ? യാ രാ ലാ വ 4 പേര് മധ്യമങ്ങളാണ്. ശ ഷ സ 3 വർണ്ണങ്ങളെ ചേർത്ത് എന്ത് വിളിക്കുന്നു? ഊഷ്മാക്കൾ എന്ന് വിളിക്കുന്നു. ഹ എന്ന ഒറ്റ അക്ഷരത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഘോഷി എന്ന് വിളിക്കുന്നത്. ള ഴ റ 3 ദ്രാവിഡ മധ്യമങ്ങളാണ് കേട്ടോ. ള എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ദ്രാവിഡ മധ്യമമാണ്. ഇനി ഈ പറയുന്ന യാ രാ ലാ വ എന്ന 4 മധ്യമത്തെയും ള ഴ റ എന്ന 3 ദ്രാവിഡ മധ്യമത്തെയും ചേർത്തും എന്ത് വിളിക്കാറുണ്ട്? മധ്യമങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ മധ്യമങ്ങൾ മൊത്തം എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. യാ രാ ലാ വ ള ഴ റ ഈ 7 വർണ്ണങ്ങളെ ചേർത്ത് മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നു. അതിൽ തന്നെ ള ഴ റ എന്നീ 3 വർണ്ണങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ദ്രാവിഡ മധ്യമം എന്ന് വിളിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ നമുക്കിത് പ്രയോജനപ്പെടും. പരീക്ഷയ്ക്ക് മിക്കവാറും ആവർത്തിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: റാണിയോട് എന്ന പദത്തിലെ വിഭക്തി ഏത്? സംയോജിക, സംബന്ധിക, പ്രയോജിക,
പ്രതിഗ്രാഹിക. ഇതിൽ ഏത് വിഭക്തിയാണ് റാണിയോട് എന്ന പദത്തിൽ ചേർന്നിരിക്കുന്നത് എന്നതാണ് നാലാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ഓട് എന്ന പ്രത്യയം ആരുടെയാ? സംയോജിക വിഭക്തിയുടെയാണല്ലേ. ആരോട് അല്ലെങ്കിൽ എന്തിനോട് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് എന്തിലായിരിക്കും? സംയോജിക വിഭക്തിയിലായിരിക്കും. സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? ഓട്. ഇനി സംബന്ധിക വിഭക്തി, ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക വിഭക്തി. സംബന്ധികയ്ക്ക് രണ്ടുണ്ട് പ്രത്യയങ്ങൾ. ഏതൊക്കെയാ? ഡേ അല്ലെങ്കിൽ ഉടേ. ഈ രണ്ട് പ്രത്യയവും സംബന്ധികയുടേതാണ്. റാണിയുടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് എന്തായേനെ? സംബന്ധിക വിഭക്തിയായേനെ. കിട്ടിയോ? അതുപോലെ പ്രയോജിക വിഭക്തിക്കുണ്ട് രണ്ട് പ്രത്യയങ്ങൾ. ഏതൊക്കെയാ? ആൽ പ്രത്യയവും കൊണ്ട് എന്ന പ്രത്യയവും. റാണിയാൽ അല്ലെ, റാണിയാൽ പറയപ്പെട്ടു, റാണിയാൽ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നിടത്ത് ആൽ പ്രത്യയമാണ് വരുന്നത്. ആൽ പ്രത്യയം ആരുടേതാണ്? പ്രയോജിക വിഭക്തിയുടേതാണ്. പിന്നെ ആരാ ഉള്ളത്? പ്രതിഗ്രാഹിക വിഭക്തി. കർമ്മത്തോടു കൂടി ചേരുന്ന വിഭക്തി ഏത്? ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഉത്തരം പ്രതിഗ്രാഹികയാണ്. പ്രതിഗ്രാഹികയ്ക്ക് ഒരു പ്രത്യയമേ ഉള്ളൂ, ഏ പ്രത്യയം അല്ലെ. റാണിയേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് എന്താകുമായിരുന്നു? പ്രതിഗ്രാഹിക വിഭക്തിയാകുമായിരുന്നു. കണ്ടോ, വിഭക്തികൾ എത്ര വിധം? 7 വിധം. നിപ്രസം, ഉപ്രസം, ആ. ഇതാണ് വിഭക്തി ഓർത്തു വയ്ക്കാനുള്ള എളുപ്പ വഴി. എങ്ങനെ, ആരൊക്കെയാണ് ഈ നിപ്രസം, ഉപ്രസം, ആ? നോക്കിക്കേ. നിർദ്ദേശിക വിഭക്തി, പ്രതിഗ്രാഹിക വിഭക്തി, സംയോജിക വിഭക്തി, ഉദ്ദേശിക വിഭക്തി, പ്രയോജിക വിഭക്തി, സംബന്ധിക വിഭക്തി, ആധാരിക വിഭക്തി. ഇങ്ങനെ വിഭക്തികളുടെ ആദ്യത്തെ അക്ഷരത്തെ ചേർത്താണ് നമ്മൾ എന്തു പറയുന്നത്? നിപ്രസം, ഉപ്രസം, ആ എന്ന് പറയുന്നത്. ഇതിൽ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പ്രത്യയമില്ലാത്ത വിഭക്തി ഏത്? പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഉത്തരം നിർദ്ദേശിക വിഭക്തി. കർത്താവ് എന്താണ് ചെയ്യുന്നത് എന്ന് നിർദ്ദേശിക്കുക മാത്രം ചെയ്യുന്നു. അതാണ് നിർദ്ദേശിക വിഭക്തിയുടെ ധർമ്മം. അതിന് പ്രത്യയമില്ല. കാരകം ഏതാണെന്ന് ചോദിച്ചാലോ? കർത്തൃകാരകമാണ് നിർദ്ദേശിക വിഭക്തി. അതുപോലെ പ്രതിഗ്രാഹിക വിഭക്തി ഏ പ്രത്യയം. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് ഏയിലായിരിക്കും. രാമൻ രാവണനെ കൊന്നു. രാമൻ ആരെ കൊന്നു? രാവണനെ കൊന്നു. കണ്ടോ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്തിലായിരിക്കും? പ്രതിഗ്രാഹിക വിഭക്തിയിലായിരിക്കും. കർമ്മത്തോടു കൂടി ചേരുന്ന വിഭക്തി ഏത്? പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഉത്തരം പ്രതിഗ്രാഹിക വിഭക്തിയാണ്. കാരകം കർമ്മകാരകമാണ്. സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഓട്, സാക്ഷികാരകമാണ് കേട്ടോ. ഓട് ആരോടല്ലെങ്കിൽ എന്തിനോടെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് സംയോജിക വിഭക്തിയിലാണ്. അതുപോലെ ഉദ്ദേശിക വിഭക്തിക്ക് രണ്ടുണ്ട് പ്രത്യയങ്ങൾ, ക പ്രത്യയവും ന പ്രത്യയവും. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമാണ് കാരകം, സ്വാമികാരകമാണ്. പ്രയോജിക വിഭക്തിക്ക് രണ്ടുണ്ട് പ്രത്യയങ്ങൾ, ആൽ കൊണ്ട്. ആരാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം കിട്ടുന്നത് എന്തിലായിരിക്കും? പ്രയോജിക വിഭക്തിയിലായിരിക്കും. രണ്ട് കാരകങ്ങൾ വരാം. കരണകാരകവും കാരണകാരകവും എവിടെ വരാം? പ്രയോജിക വിഭക്തിയിൽ വരാം. സംബന്ധിക വിഭക്തി ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ്. ഇംഗ്ലീഷിൽ അപ്പോസ്ട്രഫി എസ് എന്ന് നമ്മൾ ഇടുവല്ലോ. ഇതിന് തുല്യമായിട്ടാണ് മലയാളത്തിൽ ന്റെ അല്ലെങ്കിൽ ഉടേ പ്രത്യയം ചേർക്കുന്നത്. ഇത് സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, കാരകമില്ലാത്ത വിഭക്തി ഏത്? പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. കാരകമില്ലാത്ത വിഭക്തി ഏതാണ്? സംബന്ധിക വിഭക്തിയാണ്. അവസാനമായിട്ടൊരു വിഭക്തി കൂടിയുണ്ട്, ആധാരിക വിഭക്തി. ഇൽക്കൽ, ആരിൽ അല്ലെങ്കിൽ എന്തിൽ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം കിട്ടുന്നത് ആധാരിക വിഭക്തിയിലായിരിക്കും. കരണമല്ല, കാരകം ഏതാണ്? അധികരണകാരകമാണ് കേട്ടോ. അധികരണകാരകം ആധാരികയുടേതാണ്. കിട്ടിയല്ലോ. വിഭക്തിയും പ്രത്യയവും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന കൃതി ഏത്? സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. വേറിട്ട് നിൽക്കുന്ന കൃതി കണ്ടെത്തുക.
ഓപ്ഷൻ എ രാച്ചിയമ്മ ഉറൂബ്, ഓപ്ഷൻ ബി കൂട്ടുകൃഷി ഇടശ്ശേരി, ഓപ്ഷൻ സി ഗോപുരനടയിൽ MT വാസുദേവൻ നായർ, ഓപ്ഷൻ ഡി കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ എന്തൊക്കെയോ സമാനതകളുണ്ട്, മൂന്നെണ്ണങ്ങൾക്ക് തമ്മിൽ ഒരെണ്ണം മാത്രം വേറിട്ട് നിൽക്കുന്നു. എന്താണെന്ന് നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ടൊന്ന് ഉത്തരം കടലാസിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചേ. ഇനി വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾക്ക് ആലോചിക്കാൻ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടം കൊണ്ട് പോസ് ചെയ്യുക. ശരിയായ ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉറൂബിന്റെ രാച്ചിയമ്മ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. എന്താണ് കാരണം? ഇത് മൂന്നും മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് അല്ലെ. കവി ഇടശ്ശേരിയെ നമുക്കറിയാം, ഇടശ്ശേരി ഗോവിന്ദൻ നായരെ നമുക്കറിയാം. കാവിലെ പാട്ടും പൂതപ്പാട്ടും അമ്പാടിയിലേക്ക് വീണ്ടും അല്ലെ, പുരപണി തുടങ്ങിയ കവിതകൾ എഴുതിയ ഇടശ്ശേരിയെ നമുക്കറിയാം. ആ ഇടശ്ശേരി എഴുതിയ ഒരേ ഒരു നാടകമാണേത്? കൂട്ടുകൃഷി, കേട്ടോ. അതുപോലെ ഗോപുരനടയിൽ MT വാസുദേവൻ നായർ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ്. ആര്? MT വാസുദേവൻ നായർ. അദ്ദേഹം എഴുതിയ ഒരേ ഒരു നാടകമാണേത്? ഗോപുരനടയിൽ. കിട്ടിയല്ലോ. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, ബാലസാഹിത്യകാരനാണ്. MTയും ബാലസാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരേ ഒരു നാടകമാണേത്? കഥാബീജം. കണ്ടോ? അപ്പൊ ബിയും സിയും ഡിയും എന്താണ്? നാടകങ്ങളാണ്. പക്ഷേ ഉറൂബിന്റെ രാച്ചിയമ്മയോ അത് ചെറുകഥയാണ്, കേട്ടോ. രാച്ചിയമ്മ ചെറുകഥയാണ്. ഉറൂബിനെ നിങ്ങൾക്ക് മനസ്സിലായോ? സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു തുടങ്ങിയ നോവലുകൾ എഴുതിയ പ്രസിദ്ധനായ എഴുത്തുകാരനാണ് ഉറൂബ്. ഉറൂബ് എന്നുള്ളത് തൂലികാനാമമാണ്. ശരിയായ പേര് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചെറുകഥയാണ് ഏത്? രാച്ചിയമ്മ. ആ കാരണം കൊണ്ടാണ് ഓപ്ഷൻ എ വേറിട്ട് നിൽക്കുന്നത്. ഇത് ചെറുകഥയാണ്, ബാക്കി മൂന്നും നാടകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഏതാനും ചില നാടകങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നോക്കിക്കേ, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാ. K. ദാമോദരൻ രചിച്ച പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് എന്നും ചോദ്യം വന്നിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി രചിച്ചതാര് എന്നും പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്, കേട്ടോ. അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം എന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന കൃതിയാണ് വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്. അതുപോലെ ഋതുമതി MP ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് ഋതുമതി. കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. ഇനി CN ശ്രീകണ്ഠൻ നായരുടെ 3 നാടകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടത്. രാമായണ കഥയെ അടിസ്ഥാനപ്പെടുത്തി CN ശ്രീകണ്ഠൻ നായർ രചിച്ച 3 നാടകങ്ങൾ, അല്ലെങ്കിൽ CNന്റെ രാമായണ നാടകത്രയം എന്നറിയപ്പെടുന്ന 3 നാടകങ്ങൾ ഏതൊക്കെയാ? കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി. ഇത് 3ഉമാണ് CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകത്രയങ്ങൾ. കാഞ്ചനസീതയിൽ സീത കേന്ദ്ര കഥാപാത്രമാകുന്നു. സാകേതത്തിൽ ദശരഥൻ കേന്ദ്ര കഥാപാത്രമാകുന്നു. ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലാകട്ടെ രാവണനാണ് കേന്ദ്ര കഥാപാത്രമാകുന്നത്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ CNന്റേതല്ലാത്ത നാടകം ഏത്? അങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്, കേട്ടോ. വേറെയുണ്ട്. കലി തുടങ്ങിയ നാടകങ്ങൾ എഴുതിയതും CN ശ്രീകണ്ഠൻ നായരാണ്. പക്ഷേ CN ഇത്രയും പ്രസിദ്ധനായത് എന്തുകൊണ്ടാണ്? രാമായണ നാടകത്രയം കൊണ്ടാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യമല്ല, കുറച്ച് നാടകങ്ങൾ കൂടിയുണ്ട്. ഗോപുരനടയിൽ MT രചിച്ച നാടകമാണ്. മറിയാമ്മ നാടകം രചിച്ചത് കൊച്ചിപ്പൻ തരകനാണ്. സമത്വവാദി എന്ന എക്സ്പ്രഷനിസ്റ്റ് നാടകത്തിന്റെ കർത്താവ് ആരാ? പുളിമാന പരമേശ്വരൻ പിള്ളയാണ്. തോറ്റില്ല എന്ന നാടകം എഴുതിയത് തകഴി ശിവശങ്കര പിള്ളയാണ്. തോറ്റില്ല.
അല്ലെ, ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, ആ നിലയിലൊക്കെയാണ് നമുക്ക് തകഴിയെ പരിചയം. പക്ഷെ ആ തകഴി രചിച്ച ഒരേ ഒരു നാടകമാണേത്? തോറ്റില്ല. ഉള്ളൂർ, അല്ലെ, മഹാകവി ഉള്ളൂർ രചിച്ച നാടകമാണ് അമ്പ. അതുപോലെ കാവാലം നാരായണ പണിക്കരുടെ നാടകങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ് കേട്ടോ. ദൈവത്താർ, സാക്ഷി, അവനവൻ കടമ്പ, ഈ പറയുന്ന നാടകങ്ങളൊക്കെയും അല്ലെ തനത് നാടകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് അത്രയും എഴുതിയത് ആര് തന്നെയാണ്? കാവാലം നാരായണ പണിക്കരാണ് കേട്ടോ. ഇതൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് പല പരീക്ഷകളിൽ, അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമേത്? ആഗമസന്ധിക്കുള്ള ഉദാഹരണം വീണിടം, വരട്ടിവിടെ, 800, ഗുരുവായ. ഇതിലേതോ ഒന്ന് മാത്രം ആഗമസന്ധിക്ക് ഉദാഹരണമാണ്, ബാക്കി മൂന്നും മറ്റേതോ സന്ധികളാണ്. ഏതാണെന്ന് കിട്ടിയോ? ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം പദം പിരിച്ച് സന്ധി നിർണയിക്കുക, ശേഷം തുടർന്ന് കാണുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗുരുവായ എന്നുള്ളതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. വീണിടം എങ്ങനെയാ പിരിക്കുന്നത്? വീണ അധികം ഇടം, അതാണ് വീണിടം എന്നാകുന്നത്. വീണ എന്ന് പറയുന്നിടത്തെ ആ എന്ന ശബ്ദം ലോപിച്ചു പോയത് കൊണ്ട് വീണിടം എന്തിനുദാഹരണമാണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി വരട്ടിവിടെ, വരട്ടെ അധികം ഇവിടെ ചേർത്തെഴുതുമ്പോ വരട്ടിവിടെ എന്ന് കിട്ടുന്നു. വരട്ടെ എന്ന് പറയുന്നിടത്തെ എ എന്ന ശബ്ദം, അല്ലെ, എ എന്ന ശബ്ദം എവിടെ ഇല്ല? ചേർത്ത് എഴുതിയപ്പോ ഇല്ല. എ എന്ന ശബ്ദത്തിന് എന്തു പറ്റി? ലോപിച്ചു പോയി. അതുകൊണ്ട് ഇത് ഏത് സന്ധി തന്നെയാണ്? ലോപസന്ധി തന്നെയാണ്. 800 എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? എൺ അധികം 100, അതാണ് എന്താകുന്നത്? 800 ആകുന്നത്. ചേർത്തെഴുതിയപ്പോ 800 എന്ന് കിട്ടി, അല്ലെ. ഇരട്ടിച്ച നഗാരമാണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോ എന്താകും? ദാ ഇങ്ങനെയാകും. ഇങ്ങനെയല്ലേ 800 എന്ന് എഴുതുന്നത്? ഇവിടെ എന്താ സംഭവിച്ചേ? എൺ എന്ന ശബ്ദം ഇവിടെ അങ്ങനെ തന്നെയുണ്ട്, ഊ എന്ന ശബ്ദവും ഇവിടെയുണ്ട്, റ എന്ന ശബ്ദവുമുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? നാ എന്ന അക്ഷരം പോയിട്ട് അവിടെ നാ എന്ന അക്ഷരം വന്നു. അതുകൊണ്ട് ഇത് ഏത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. കിട്ടിയോ? ഇത് ആദേശമാണ്. ഒരക്ഷരം പോയി മറ്റൊരക്ഷരം വന്നാൽ അത് ആദേശമാണ്. ഗുരുവായ എന്ന പദം, അല്ലെ, എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? ഗുരു അധികം ആയ. ഇതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? ഗുരുവായ എന്ന് കിട്ടുന്നത്. ഇവിടെ വായ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ഏത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. കിട്ടിയോ? ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗുരു അധികമായ വാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. വീണ അധികം ഇടം, അല്ലെ, വീണ എന്ന് പറയുന്നിടത്ത് ആ എന്ന ശബ്ദം കേൾക്കാം. ആ അക്ഷരം, ആ ആകാരം ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധി. വരട്ടെ അധികം ഇവിടെ, അല്ലെ, എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചേർത്തെഴുത്തിൽ അത് ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധി. 800 നാ പോയിട്ട് 2 നാ വന്നു, അല്ലെ. ഒരു നാ ഇവിടെ ഓൾറെഡി ഉള്ളതാണ്, പിന്നെ ഒരു നായായിരുന്നു ഉണ്ടായിരുന്നത്. ആ നായുടെ സ്ഥാനത്ത് ആര് വന്നു? നാ വന്നു. ഈ നാ പോയിട്ട് ഈ നാ വന്നത് കൊണ്ട് ഏത് സന്ധി? ആദേശസന്ധിയാണ്. കിട്ടിയോ? പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവി ആരാണ് എന്നതാണ് ചോദ്യം. ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണോ? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണോ? അയ്യപ്പനാണോ? പണ്ഡിറ്റ് കറുപ്പനാണോ? ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം ഏത് കൃതിയിലെയാണ്? അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കൃതിയിലെ വരികളാണിത്. ഇത് എഴുതിയത് ആരാണ്? വളരെ പ്രസിദ്ധമായ കവിത എഴുതിയത്, ഈ വരികൾ എഴുതിയത് മറ്റാരുമല്ല. ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ ബി, ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഈ വരികൾ എഴുതിയത്. കാവിലെ പാട്ട്, പൂതപ്പാട്ട്, അമ്പാടിയിലേക്ക് വീണ്ടും, അല്ലെ, പുരപണി,
ഇതൊക്കെ ആരുടെയാണ്? ഇടശ്ശേരിയുടേതാണ്. ഇടശ്ശേരിയുടെ വേറെയും വരികൾ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. കുറ്റിപ്പുറം പാലം അല്ലേ, വളരെ പ്രസിദ്ധമായ കൃതിയാണ് കുറ്റിപ്പുറം പാലം. ഒരു ഗ്രാമത്തിലേക്ക് ഒരു പാലം നിർമ്മിക്കുകയാണ്. അങ്ങനെ ആ പാലം നിർമ്മിച്ചതോടുകൂടി നഗരവും ഗ്രാമവും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുകയാണ്. അതോടുകൂടി ഗ്രാമത്തിലെ നന്മകളെല്ലാം നഷ്ടപ്പെടുകയും അങ്ങോട്ടേക്ക് നഗരത്തിലെ ആസക്തികൾ അല്ലെങ്കിൽ നഗരത്തിലെ മാലിന്യങ്ങൾ ഇവിടെ കുടിയിറക്കപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു കാര്യമാണ്, ക്രാന്തദർശിത്വമാണ് കവിതയിലെ ക്രാന്തദർശിത്വമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 23ഓളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാൻ ഏറി നിൽപ്പാൻ അടിയിലെ ശോഷിച്ച പേരാർ നോക്കി. കണ്ടോ, മുകളിൽ പാലം വന്നപ്പോ എന്ത് സംഭവിച്ചു? അടിയിലൂടെ ഒഴുകുന്ന പേരാറ് ശോഷിച്ചു പോയി. പുതിയ വികസനം കടന്നു വരുമ്പോൾ പ്രകൃതിയെ അത് പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും എന്ന് ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമാമൊരഴുക്ക് ചാലായി എന്നാണ് കവി ചോദിക്കുന്നത്. ഈ വരികൾ പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമാമൊരഴുക്ക് ചാലായി. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. എഴുതിയത് ഇടശ്ശേരിയാണ്. കവിതയുടെ പേര് കുറ്റിപ്പുറം പാലം എന്നാണ്. തീർന്നില്ല, പ്രധാനപ്പെട്ട ഏതാനും ചില വരികൾ കൂടി സൂചിപ്പിക്കട്ടെ. പുത്തൻ കലവും അരിവാളും എന്ന കൃതിയിലാണ് അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വരി കാണാനാവുന്നത്. അതുപോലെ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്ന വരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണിമുടക്കം എന്ന കൃതിയിലാണ് കേട്ടോ. ഇടശ്ശേരി അറിയപ്പെടുന്നത് ശക്തിയുടെ കവി എന്നാണ്. ശക്തിയുടെ കവി, ആ വിളിപ്പേരിന് അദ്ദേഹത്തെ അർഹനാക്കിയ വരി കൂടിയാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്നുള്ളത്. അതുപോലെ നോക്കിക്കേ, എൻ്റെ പുരപ്പണി എന്ന കൃതിയിലാണ് എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. എൻ്റെ കവിതകൾ ഞാൻ മറ്റാരുടേതിൽ നിന്നും പകർത്തി എഴുതിയതല്ല. നിങ്ങൾ മേലാൽ അങ്ങനെയൊരു ആരോപണം എൻ്റെ കവിതയ്ക്ക് മേൽ ഉയർത്തരുത് എന്ന് പാടിയ കവി ആര് തന്നെയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. എൻ്റെ പുരപ്പണി എന്ന കൃതിയിലെ വരികളാണിത്. പിന്നെയോ, എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കാൻ. ഇടശ്ശേരിയുടെ കവിതകളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം സൂചിപ്പിക്കപ്പെടാറുള്ള വരികളാണിത്. അതായത് ഏത് തരത്തിലുള്ള വിഷയവും അത് വികാരത്തിന്റെ തള്ളിക്കയറ്റം കൊണ്ട് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതാകട്ടെ അല്ലെങ്കിൽ പതിഞ്ഞ താളത്തിലുള്ളതാകട്ടെ, ഏത് തരത്തിലുള്ള വിഷയവും കവിതയാക്കാൻ എനിക്ക് പ്രത്യേക രസമാണ് എന്ന് കവിതയിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൂഴിയിൽ എന്ന് പാടിയതും ഇടശ്ശേരി തന്നെയാണ് അല്ലെ. പാരമ്പര്യ മഹിമ, കുലമഹിമ പറഞ്ഞുകൊണ്ട് താൻ വരേണ്യവർഗത്തിൽപ്പെട്ടവനാണെന്ന് സ്വയം അഹങ്കരിക്കുന്നവരെ പരിഹസിക്കുന്നതാണ് കറുത്ത ചെട്ടിച്ചികൾ എന്ന കൃതിയിലെ ഈ വരികൾ. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൂഴിയിൽ എന്ന് പാടിയതും ഇടശ്ശേരി തന്നെയാണ്. ഒരുപാട് വരികൾ വേറെയുമുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് ഇവിടെ സൂചിപ്പിച്ചു. ഇനി ബാക്കി കവികളുണ്ടല്ലോ. ആരാ അടുത്തത്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കാച്ചിക്കുറുക്കിയ കവിതയുടെ വക്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി. വൈലോപ്പിള്ളിയുടെ ഏതാനും വരികൾ നമുക്കൊന്ന് കാണാം. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്തുവാൻ എന്ന് ചോദിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമായ കന്നിക്കൊയ്ത്തിലാണ് നമുക്ക് ഈ വരികൾ കാണാനാവുക. അതുപോലെ തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് വൈലോപ്പിള്ളി പാടിയത് യുഗപരിവർത്തനം എന്ന കവിതയിലാണ്. അതുപോലെ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ
ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരുളി മംഗള കന്തങ്ങൾ എന്ന് പാടിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. പന്തങ്ങൾ എന്ന കവിതയിലാണ് ഈ വരികൾ നമുക്ക് കാണാനാവുക. പിന്നെ വളരെ പ്രധാനപ്പെട്ടത്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള വരിയാണ്. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് പാടിയത് ആര് തന്നെയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. കയ്പവല്ലരി എന്ന കൃതിയിലെ വരികളാണിത്. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ഇനി ആരെയാ നമുക്ക് അറിയാം? അദ്ദേഹത്തിന് തന്നെ വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ട് വൈലോപ്പിള്ളിയുടെ, പക്ഷെ പലയിടത്തും ഇത് പറഞ്ഞു കേൾക്കാറില്ല. കാക്ക. കാക്ക എന്ന കവിത എത്ര മനോഹരമായിട്ടാണ് ഈ കൃതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 വരികൾ തന്നെ അതിമനോഹരമാണ്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി. എത്ര മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. കൂരിരുട്ടിന്റെ കിടാത്തി എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കറുപ്പാണ് നിറം. പക്ഷേ നിന്റെ നിറം കറുപ്പാണെങ്കിലും നീ എന്താണ്? സൂര്യപ്രകാശത്തിനുറ്റതോഴിയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ നീ എന്ത് ചെയ്യാറുണ്ട്? നിന്റെ കൂട്ടിൽ നിന്നും പറന്നിറങ്ങി താഴത്തേക്ക് വരാറുണ്ട്. അപ്പൊ നീയും സൂര്യപ്രകാശവും ഒരുമിച്ചാണ് ഭൂമിയിൽ പതിക്കുന്നത്. നിന്റെ നിറം കറുപ്പാകട്ടെ, പക്ഷേ നീ സൂര്യപ്രകാശത്തിനുറ്റതോഴിയാണ്. എത്ര മനോഹരമായ സങ്കല്പമാണ്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി. ചീത്തകൾ കൊത്തി വലിക്കിലും ഏറ്റവും വൃത്തിവെടുപ്പെഴുന്നോൾ. കാക്കക്കുളി എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് കാക്കകൾ പോയി എന്ത് ചെയ്യും? കുളിച്ച് ശരീരം വൃത്തിയാക്കും. അങ്ങനെ ചെയ്യുന്ന മറ്റൊരു പക്ഷിയുമില്ല കാക്കയെ പോലെ. അപ്പോ ചീത്ത വസ്തുക്കൾ അല്ലെങ്കിൽ കുപ്പയിൽ നിന്നൊക്കെയാണ് അത് ആഹാരം അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അതിൽ നിന്ന് കൊത്തിപ്പെറുക്കി വലിച്ചുകൊണ്ട് വന്നിട്ടാണ് അത് തിന്നാൻ ശ്രമിക്കുന്നത്. എന്നാൽ പോലും ഏറ്റവും വൃത്തിയുള്ള പക്ഷിയാണ് കാക്ക, അല്ലെ? എത്ര മനോഹരമായ കൽപ്പനയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേത്. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുള്ള വരിയായതുകൊണ്ടാണ് ഇവിടെ ഇത് എടുത്ത് സൂചിപ്പിച്ചത്. പിന്നെ എ അയ്യപ്പൻ ഓപ്ഷനിലുണ്ടായിരുന്നു. എ അയ്യപ്പൻ ഹൃദയത്തെ ആർദ്രമാക്കുന്ന അനേകം വരികൾ കൊണ്ട്, പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, മരണത്തിൻ്റെ ഒക്കെ ഛായ കലർന്ന വരികൾ കൊണ്ട് നമ്മളെ വിഷാദാർദ്രമാക്കി മാറ്റിയിട്ടുള്ളതാണ് അയ്യപ്പൻ്റെ വരികൾ. നോക്കിക്കേ, വീടില്ലാത്ത ഒരുവനോട് വീടിനൊരു പേരിടാനും മക്കളില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടാനും ചൊല്ലവേ നീ കൂട്ടുകാരാ രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെ തീ കണ്ടുവോ എന്നാ ചോദിക്കുന്നത്, അല്ലെ? കുത്തിനോവിക്കാൻ മനുഷ്യർക്ക് വളരെ ഇഷ്ടമാണ്. മക്കളില്ലാത്ത ഒരുവനോട് ചോദിക്കുകയാണ്, എൻ്റെ മക്കൾക്കിടാൻ പറ്റിയ ഏറ്റവും നല്ല പേരെന്താണ്? അതുപോലെ വീടില്ലാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ഒരുവനോട് ചോദിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എന്തു ചോദിക്കാൻ? എൻ്റെ വീടിനിടാൻ പറ്റിയൊരു പേര് പറഞ്ഞു തരാമോ? കണ്ടോ, അവിടെ ഒരു തരം സൈക്കോ ആറ്റിറ്റ്യൂഡാണല്ലേ വെളിവാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മനോഹരമായൊരു വരി ഈശാവാസി എന്ന കൃതിയിൽ നമുക്ക് കാണാം. അതുപോലെ ഇദ്ദേഹം ലഹരി മരുന്നിനും അതുപോലെ തന്നെ മദ്യത്തിനും അടിമയായിരുന്ന കാലത്ത് എഴുതിയ വരികളാണ്. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് കവി ഇവിടെ പശ്ചാത്തപിക്കുന്നത് കാണാം. പിന്നെ അതിമനോഹരമായൊരു വരിയുണ്ട്, മരണവീട്ടിലെ മഴ തോരുന്നില്ല ശപിച്ചുകൊണ്ട് ബന്ധുക്കൾ, മഴയെ പ്രണയിച്ചവന്റെ മരണത്തിന് വരാതിരിക്കാനാവില്ലല്ലോ എന്നു മഴയും. എത്ര മനോഹരമായ കൽപ്പനയാണെന്ന് ആലോചിച്ച് നോക്കൂ. ബന്ധുക്കളൊക്കെ പ്രാകുകയാണ്. എന്താ? ഒരുവൻ മരിച്ചു, ഇനി മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന സമയത്ത് മഴ പെയ്യുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ചിത കത്തിക്കാനും സംസ്കരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മഴയുടെ ആത്മഗതം കവി ഇവിടെ എഴുതിയിരിക്കുകയാണ്. മഴയെ പ്രണയിച്ചവനാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്, അവന്റെ മരണത്തിന് എനിക്ക് എങ്ങനെ വരാതിരിക്കാനാകും എന്ന് മഴ ആത്മഗതം നടത്തുന്നത് ഈ വരികളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എത്ര മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. അതുപോലെ മറ്റൊന്ന്, വേണ്ടെനിക്ക് കല്ല് കടിക്കുന്ന കാമത്തിന്റെ ചോറ് സ്വേദവും കണ്ണീരും നിറഞ്ഞ സ്വാദാണ് എനിക്ക് പ്രേമം. കണ്ടോ, സ്വേദവും കണ്ണീരും. സ്വേദം വിയർപ്പ്, പ്രേമത്തിന്റെ ചിഹ്നവും ഗോത്രവും എന്ന കൃതിയിൽ അദ്ദേഹം എഴുതിയ വരികളാണ്. വേണ്ടെനിക്ക് കല്ല് കടിക്കുന്ന കാമത്തിന്റെ ചോറ് സ്വേദവും കണ്ണീരും നിറഞ്ഞ സ്വാദാണ് എനിക്ക് പ്രേമം എന്നെഴുതിയത് എ അയ്യപ്പൻ. എ അയ്യപ്പൻ്റെ എത്ര അതിമനോഹരമായ വരികളുണ്ട്. ഏതാനും ചിലത് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം.
പിന്നെ നമുക്ക് പോകേണ്ടത് പണ്ഡിറ്റ് കറുപ്പനിലേക്കാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ജാതിക്കുമ്മി. ഇങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. കറുപ്പൻ എന്ന വാക്കിൽ നിന്നാണ് കറുപ്പൻ എന്ന വാക്കുണ്ടായത്. കറുപ്പൻ ബ്ലാക്ക് എന്ന അർത്ഥത്തിലല്ല കേട്ടോ, പഠിച്ചവൻ, ലിറ്ററേറ്റ് എന്ന അർത്ഥത്തിൽ തമിഴിൽ പ്രയോഗിക്കുന്ന വാക്കാണ് കറുപ്പൻ. അതിൽ നിന്ന് കറുപ്പൻ എന്ന വാക്കുണ്ടായി. അങ്ങനെയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന പേര് വന്നത്. പശുക്കളെ അടിച്ചെന്നാൽ ഉടമസ്ഥൻ തടുത്തിയിടും, പുലയരെ അടിച്ചെന്നാൽ ഒരുവനില്ല. മനുഷ്യരെ അല്ലെ, മനുഷ്യനായിട്ട് പോലും പുലയ വിഭാഗത്തെ കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ കവി എഴുതിയ വരികളാണ്. കാളി അരയത്തി പെറ്റതല്ലേ കേളിയേറും വ്യാസമാമുനിയെ, നാളിക നേത്രയെ ശന്തനു രാജാവും വേളി കഴിച്ചില്ലേ യോഗപ്പെണ്ണെ, അത്ര കോളാക്കിയോ തീണ്ടൽ ജ്ഞാനപ്പെണ്ണെ. കണ്ടോ എങ്ങനെയാ പരിഹസിച്ചിരിക്കുന്നത് നോക്കൂ. വേദവ്യാസൻ അല്ലെ, വേദവ്യാസൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. അതുപോലെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിച്ചത് ഒരു മത്സ്യകന്യകയാണ് എന്നും നമുക്കറിയാം. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ജാതിക്കും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വർഗീകരിക്കുന്നതും താഴെ തടയിലേക്ക് വലിച്ചെറിയുന്നതിലും എന്തടിസ്ഥാനമാണുള്ളത് എന്ന് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന കവിതയിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരുപാട് വരികൾ നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷേ സമയം പരിമിതമായതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നിഷ്ഫലമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ചൊല്ല് കണ്ടെത്തുക. ചൊട്ടയിലെ ശീലം ചുടലവരെ, ചവിട്ടാതെ ചാടുമോ, താൻ പാതി ദൈവം പാതി, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കൽ. നിഷ്ഫലമായ പ്രവൃത്തി എന്നർത്ഥം വരുന്ന ചൊല്ല് ഇതിലേതാണ്? കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കൽ. ക്രൈ ഓവർ ദി സ്പിൽറ്റ് മിൽക്ക് എന്ന് ഇംഗ്ലീഷിലും പറയാറുണ്ട്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലാണ്. കൊച്ചു ചത്തു, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതുകൊണ്ടോ ചിന്തിച്ചത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക, അല്ലെങ്കിൽ നിഷ്ഫലമായ പ്രവൃത്തി എന്നൊക്കെ അർത്ഥം വരുന്ന ശൈലിയാണ് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കൽ. ബാക്കിയുള്ള ശൈലികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചൊട്ടയിലെ ശീലം ചുടല വരെ, ജന്മനാ ഉള്ള ശീലം മരണം വരെ പാലിക്കും അല്ലെ. ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മാനുഷൻ ഉള്ള കാലം എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ ചവിട്ടാതെ ചാടുമോ, ഉപദ്രവിക്കാതെ പ്രതികരിക്കില്ല അല്ലെ. പാമ്പ് കടിച്ച് മരിച്ച ഒരുപാട് വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പാമ്പ് കടി ഏൽക്കുന്നത് പലപ്പോഴും നാം അറിയാതെ അതിനെ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കാം. നമ്മൾ ഒരുവനെ ഉപദ്രവിക്കാതെ ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ചൊല്ലാണ് ചവിട്ടാതെ ചാടുമോ. അതുപോലെ താൻ പാതി ദൈവം പാതി, പ്രാർത്ഥനയും പ്രവൃത്തിയുമാണ് വിജയത്തിൻ്റെ ആധാരം. നല്ലതുപോലെ നമ്മൾ പ്രയത്നിക്കുകയും അതിനോടൊപ്പം തന്നെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെങ്കിൽ തീർച്ചയായും വിജയത്തിൽ കലാശിക്കും എന്നാണ് ഈ ചൊല്ല് ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോടി കണ്ടെത്തുക. ആന അജം, മുകിൽ മേഘം, കൂപം തവള, വാരിതം സമുദ്രം. ഇതിൽ ഒരേ അർത്ഥം വരുന്ന പദജോടി ഏത് എന്ന് കണ്ടെത്തുക. ഉത്തരം പറയട്ടെ. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുകിൽ മേഘം. ഈ രണ്ട് വാക്കുകൾക്കും ഒരേ അർത്ഥമാണ്. അജം എന്ന് പറഞ്ഞാൽ ആരാണ്? ആടാണ് അല്ലെ. ആന ഗജമാണ് എന്ന് നമുക്കറിയാം. കൂപം തവളയാണോ? അല്ല. ഈ കൂപമണ്ടൂകം എന്ന ശൈലി നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇത് ശരിയായ ഉത്തരമാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. കൂപം എന്താണ്? കൂപം കിണറാണ് കേട്ടോ. കൂപമണ്ടൂകം, മണ്ടൂകമാണ് എന്ത്? തവള കേട്ടോ. ദർദുരം, മണ്ടൂകം, പ്ലവങ്കം ഇതൊക്കെ തവളയുടെ പര്യായ പദങ്ങളാണ്. വാരിതം സമുദ്രം, വാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ് കേട്ടോ. സമുദ്രത്തിന്റെ പര്യായം എന്താ? വാരിധി അല്ലെ. വാരിധി എന്ന് പറഞ്ഞാൽ അത് സമുദ്രമാണ്. കിട്ടിയോ? ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗജം ആന, അജം ആട്, കൂപം കിണറ്, മണ്ടൂകം തവള, വാരിതം മേഘം, വാരിധി സമുദ്രം. കിട്ടിയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ചോദ്യം ഇതാണ്, അടിവരയിട്ടവയിൽ ശരിയായ പദം ഏതാണ്? മാനസികമായ പ്രശ്നങ്ങളെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഓപ്ഷൻ ബി, രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നുമായിരുന്നില്ല രാജിയിൽ കലാശിച്ചത്. ഓപ്ഷൻ സി, അയാളുടെ വാക്കുകളിൽ പശ്ചാത്താപം നിറഞ്ഞിരുന്നു. ഓപ്ഷൻ ഡി, പ്രായശ്ചിത്തം ചെയ്യാൻ ആ മനുഷ്യൻ വിസമ്മതിച്ചു. ഇതിലേതാണ് ശരിയായ പദം അടിവരയിട്ടിരിക്കുന്നതിൽ? മാനസികമായ, രാഷ്ട്രീയപരമായ, പശ്ചാത്താപം, പ്രായശ്ചിത്തം. ഇതിലേതാണ് ശരിയായ പദം എന്നതാണ് ചോദ്യം. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പശ്ചാത്താപം എന്നതാണ് ശരി. ബാക്കിയുള്ള അടിവരയിട്ടിരിക്കുന്ന 3 വാക്കുകളിലും തകരാറുണ്ട്. മാനസികം, ഇവിടെ ദീർഘത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മാനസികം എന്നുള്ളതാണ് മനസ്സിനെ സംബന്ധിക്കുന്നത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? മാനസികം. ഇനി രാഷ്ട്രീയപരം എന്നൊരു വാക്കില്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരം എന്നൊരു വാക്ക് ഇല്ല. അതുപോലെ പ്രായശ്ചിത്തം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണോ? അല്ല. ഇച്ഛായല്ല വരേണ്ടത്, ശായും ചായുമാണ് വരേണ്ടത് കേട്ടോ. പശ്ചാത്തലം, പശ്ചാത്താപം, പ്രായശ്ചിത്തം, ഈ പറയുന്ന 3 വാക്കുകളിലും ശായും ചായുമാണ് ചേരേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുക. ദാ ഇവിടെ ശരിയാക്കി എഴുതിയിട്ടുണ്ട്. മാനസികം തെറ്റ്, മാനസികം ശരി. രാഷ്ട്രീയപരം എന്നുള്ളത് തെറ്റ്, രാഷ്ട്രീയമായ എന്നുള്ളതാണ് ശരി. അതുപോലെ പ്രായശ്ചിത്തം തെറ്റ്, ശായും ചായുമാണ് ചേരേണ്ടത്. പ്രായശ്ചിത്തം കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, സംസാര സാഗരം എന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുന്നതിന് സമാനമായി വിഗ്രഹിക്കാവുന്ന പദമേത്? തേങ്ങാപ്പൂള്, ദശാവതാരം, ശത്രുസംഹാരം, ജീവിത നൗക. ഇതിൽ സംസാര സാഗരം എന്ന വാക്ക് ഏതോ തരത്തിൽ നമുക്ക് വിഗ്രഹിക്കാം. അതുപോലെ തന്നെ വിഗ്രഹിക്കാവുന്ന ഒരു വാക്കാണ് ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്ന്. അത് കണ്ടെത്താനാണ് ചോദ്യം അല്ലെ? ഉത്തരം കണ്ടെത്താൻ അല്പസമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ഉത്തരം കണ്ടെത്തിയതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജീവിത നൗക. കാരണം എന്താ? സംസാര സാഗരം എന്ന വാക്ക് എങ്ങനെയാ വിഗ്രഹിക്കുന്നേ? സംസാരമാകുന്ന സാഗരം, അതാണ് സംസാര സാഗരം. ജീവിത നൗകയോ? ജീവിതമാകുന്ന നൗകയാണ്. ബാക്കിയുള്ള വാക്കുകൾ നോക്കിക്കേ. തേങ്ങാപ്പൂള്, തേങ്ങയുടെ പൂളാണ്. കണ്ടോ? ദശാവതാരം, 10 അവതാരം എന്നാണ് വാക്ക് വിഗ്രഹിക്കേണ്ടത്. അപ്പൊ അത് ഏത് സമാസമാണ്? പൂർവപദം സംഖ്യാശബ്ദമായതുകൊണ്ട് ദ്വിഗു സമാസമാണ്. തേങ്ങാപ്പൂള് തേങ്ങയുടെ പൂളായതുകൊണ്ട് സംബന്ധിക തൽപുരുഷനാണ്. പിന്നെ ശത്രു സംഹാരം, ശത്രുവിനെ സംഹരിക്കലാണ് ശത്രു സംഹാരം. പ്രത്യയം ആരുടെ പ്രത്യയമാണ്? പ്രതിഗ്രാഹിക വിഭക്തിയുടേതാണ്. അതുകൊണ്ട് ഇത് പ്രതിഗ്രാഹിക തൽപുരുഷ സമാസമാണ്. ജീവിത നൗക, സംസാര സാഗരം തുടങ്ങിയ പദങ്ങളിൽ നടുക്ക് വരുന്നത് അല്ലെങ്കിൽ വിഗ്രഹിക്കുന്നത് ആകുന്ന എന്ന ശബ്ദം വെച്ചുകൊണ്ടാണ്. ആകുന്ന എന്ന ശബ്ദം വെച്ചുകൊണ്ട് വിഗ്രഹിച്ചാൽ അത് ഏത് സമാസമാണ്? രൂപക തൽപുരുഷനാണ്. ജീവിത നൗകയും സംസാര സാഗരവും രൂപക തൽപുരുഷൻ ഉദാഹരണമാണ്. ബാക്കി 3 വാക്കുകളുടെയും സമാസം നമുക്ക് പിടികിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്. തേങ്ങാപ്പൂള് തേങ്ങയുടെ പൂള് സംബന്ധിക തൽപുരുഷൻ, ദശാവതാരം 10 അവതാരങ്ങൾ ദ്വിഗു സമാസം, ശത്രു സംഹാരം ശത്രുവിനെ സംഹരിക്കൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ. സംസാര സാഗരവും ജീവിത നൗകയും ഏതിനുദാഹരണമാണ്? രൂപക തൽപുരുഷൻ ഉദാഹരണമാണ്. കാരണം ആകുന്ന എന്ന വാക്ക് വെച്ചുകൊണ്ടാണ് ഈ വാക്കുകളെ വിഗ്രഹിക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഈ സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ പറയുന്നവയിൽ കഥകളി ചടങ്ങുകളിൽ പെടാത്തതേത് എന്നതാ ചോദ്യം. കഥകളിയിലെ ചടങ്ങുകളൊന്ന് നല്ലതുപോലെ നോക്കണേ. ഒരുപാട് പരീക്ഷകളിൽ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. കഥകളി ചടങ്ങുകളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. തോടയം, തിരനോട്ടം, ഭരതവാക്യം, മേളപ്പദം, ഇതിലേതോ ഒന്ന് മാത്രം കഥകളിയുമായി ബന്ധമില്ലാത്തതാണ്. ഏതാണത്? ശരിയായ ഉത്തരം പറയാം.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭരതവാക്യമാണ്. ഭരതവാക്യത്തിന് കഥകളിയുമായി അല്ല ബന്ധം, അത് സംസ്കൃത നാടകങ്ങളിൽ നിന്ന് വന്ന പ്രയോഗമാണ് ഭരതവാക്യം. സംസ്കൃത നാടകങ്ങൾ അവസാനിക്കുന്നത് ഭരതവാക്യത്തോടു കൂടിയാണ് കേട്ടോ. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നാടകം അവസാനിച്ചു എന്ന്. അപ്പൊ ഭരതവാക്യം സംസ്കൃത നാടകത്തിൽ നിന്ന് വന്നതും ബാക്കി 3 പദങ്ങളും കഥകളിയുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പൊ കഥകളിയിലെ ചടങ്ങുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. ദാ നോക്കൂ, കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ടാണ്. എന്താണ് കേളികൊട്ട്? കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളികൊട്ട്. സന്ധ്യയ്ക്ക് മുമ്പാണ് കേളികൊട്ട് നടക്കുന്നത്. കഥകളിയുടെ അനുസാരി വാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട്. കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് മുമ്പ് കൊട്ടുന്ന ഈ പറയുന്ന വാദ്യങ്ങൾ ഉപയോഗിച്ച് കൊട്ടുന്ന ഒരു മേളമാണേത്? കേളികൊട്ട്. കേളികൊട്ട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ഏതാ? അരങ്ങ് കേളി. ഇതെപ്പോഴാ? കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങ് കേളി, അല്ലേ? നേരത്തെ ഒരു സൂചന തന്നു, ദേ ദീപാരാധനയ്ക്ക് ശേഷം കഥകളി ഉണ്ടേ എന്ന് പറഞ്ഞൊരു സൂചന തന്നു. ഇനി കഥകളി ആരംഭിച്ചിട്ടും കാണാൻ ആൾക്കാരെത്തിയിട്ടില്ലെങ്കിൽ അവരെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു അറിയിപ്പാണ്. അതാണെന്ത്? അരങ്ങ് കേളി. കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതിക്കൊട്ട്. ഇവിടെ എന്തുണ്ടാവില്ല? ചെണ്ടയുണ്ടാവില്ല. മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് അരങ്ങുകേളിക്ക് ഉപയോഗിക്കുന്നത്. ദേവവാദ്യമായ മദ്ദളം ആദ്യമായി അരങ്ങത്തെത്തിക്കുന്നത് കൊണ്ട് പ്രത്യേക ഐശ്വര്യം കൈവരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ശുദ്ധമദ്ദളം, കേളിക്കൈ, ഗണപതിക്കൊട്ട് എന്നീ പേരുകളും എന്തിനുണ്ട്? അരങ്ങുകേളി എന്ന ചടങ്ങിന്റെ മറ്റു പേരുകളാണ്. പിന്നെയാണ് തോടയം. എന്താണ് തോടയം? ഇഷ്ടദേവതാ പൂജയാണ്. കുട്ടിത്തരം വേഷക്കാർ തിരശീലയ്ക്ക് പുറകിൽ നിന്ന് നടത്തുന്ന സ്തുതിപരമായ നൃത്തമാണ് തോടയം. വളരെ ലഘുവായ അണിയൽ മാത്രമേ ഈ വേഷക്കാർക്കുണ്ടാകൂ. പ്രകൃതിയും പുരുഷനുമായുള്ള അഥവാ ശിവനും ശക്തിയുമായുള്ള കൂടിച്ചേരലിലൂടെ സൃഷ്ടി നടക്കുന്നു എന്നുള്ള പ്രതീകാത്മകമായ അവതരണം കൂടിയാണ് തോടയം. തോടയവും എന്ത് തന്നെയാണ്? ഇഷ്ടദേവത പൂജ തന്നെയാണ്. മറ്റൊരു ഇഷ്ടദേവതാ പൂജയാണ് വന്ദന ശ്ലോകം. തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടതല്ലേ? കഥകളിയിലെ ഗായകന് പറയുന്ന പേരെന്താ? കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ പൊന്നാനി. സഹായിക്കുന്നവനെയാണ് എന്ത് വിളിക്കുന്നത്? ശിങ്കിടി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പൊന്നാനിയും ശിങ്കിടിയും ഇഷ്ടദേവതാ സ്തുതിപരമായ വന്ദന ശ്ലോകങ്ങൾ ആലപിക്കുന്നു. ഒരു ശ്ലോകമെങ്കിലും നിർബന്ധമാണ്. സാധാരണ കോട്ടയത്ത് തമ്പുരാൻ രചിച്ച മാതങ്കാനനം അബ്ജ സരമണിയും ഗോവിന്ദമാദ്യം ഗുരും എന്നാരംഭിക്കുന്ന ശ്ലോകമാണ് ചൊല്ലുന്നത്. തുടർന്ന് മറ്റു ശ്ലോകങ്ങളും ചൊല്ലുന്നു. ഇതിനെയാണ് എന്തു പറയുന്നത്? വന്ദന ശ്ലോകം. അത് കഴിഞ്ഞാലോ പുറപ്പാട്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. കഥകളിയിലെ സാധാരണ പുരുഷവേഷം കൃഷ്ണനായിരിക്കും. കഥകളിയിലെ ഏറെക്കുറെ എല്ലാ കലാശങ്ങളും അടവുകളും ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ പുറപ്പാട് ചെയ്തുറപ്പിക്കുന്ന ഒരു കലാകാരന് മറ്റു വേഷങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നതിനുള്ള പരിശീലനമായും ഒരു ട്രയലായിട്ടും പുറപ്പാട് എന്ന ചടങ്ങിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. പിന്നെയോ മേളപ്പദം. പുറപ്പാടിന് ശേഷം ജയദേവന്റെ ഗീതാഗോവിന്ദത്തിലെ പ്രസിദ്ധമായ അഷ്ടപതി 21-ാം അഷ്ടപതി മഞ്ജൂതര കുഞ്ചതല കേളീ സദനെ എന്നാരംഭിക്കുന്ന ഗീതാഗോവിന്ദത്തിന്റെ 21-ാം അഷ്ടപതിയുടെ ആദ്യത്തെ 8 ചരണങ്ങൾ വ്യത്യസ്ത രാഗങ്ങളിൽ പാടുന്നതിനെയാണ് എന്തു പറയുന്നത്? മേളപ്പദം എന്ന് പറയുന്നത്. പദത്തിന്റെ അവസാനത്തിൽ മേളക്കാർ മുമ്പോട്ട് വന്ന് അവരുടെ അഭ്യാസം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ മേളപ്പദം എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്ത ചടങ്ങ് കഥാരംഭം. ഇത്രയും കഴിഞ്ഞിട്ടാണ് കഥകളിയിലെ കഥ ആരംഭിക്കുന്നത്. ആരംഭിച്ച് കഥ പൂർത്തിയായി കഴിഞ്ഞാൽ അവസാന ചടങ്ങിന്റെ പേരാണെന്ത്? ധനാശി പാടൽ. നാടകത്തിലെ ഭരതവാക്യത്തിന്റെ സ്ഥാനമാണ് കഥകളിയിലെ ധനാശിക്കുള്ളത്. മലയാളത്തിൽ രണ്ട് ശൈലികളുണ്ട്. ധനാശി പാടുക, അതുപോലെ ഭരതവാക്യം ചൊല്ലുക. രണ്ടിൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ്? അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ്. ധനാശി പാടുക എന്ന ശൈലി കടന്നു വന്നത് കഥകളിയിൽ നിന്നും, അതുപോലെ ഭരതവാക്യം ചൊല്ലൽ കടന്നു വന്നത് സംസ്കൃത നാടകങ്ങളിൽ നിന്നുമാണ്. അപ്പൊ ധനാശി പാടിക്കഴിഞ്ഞാൽ കഥകളി അറിയാവുന്നവർക്ക് എന്തു മനസ്സിലാകും? കഥകളി അവസാനിച്ചു എന്ന് മനസ്സിലാകും.
അഭിനയ പൂർത്തിക്ക് ശേഷം ശിഷ്ടപാത്രമായ ഒരു പച്ചവേഷം ഈശ്വരസ്തുതി തലയ്ക്കുമീതെ കൈകൂപ്പിയെടുത്തുകൊണ്ടാണ് ഇത് അനുഷ്ഠിക്കുക. അതിനെയാണ് എന്തു പറയുന്നത്? ധനാശി പാടൽ എന്ന് പറയുന്നത്. അപ്പൊ കഥകളിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏതൊക്കെയാന്ന് നോക്കിക്കേ. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാവതരണം, ധനാശി. ഇങ്ങനെ 8 ചടങ്ങുകളാണ് കഥകളിക്ക് പ്രധാനമായും ഉള്ളത്. അഷ്ടാംഗങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിന്റെ സങ്കല്പത്തിൽ കഥകളിയിൽ അടങ്ങിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി ഭരതവാക്യ തിരനോട്ടം അല്ലെ, ഓപ്ഷനിൽ തിരനോട്ടം ഉണ്ടായിരുന്നു. എന്താണ് തിരനോട്ടം? കഥകളിയിൽ കത്തി, കരി, താടി തുടങ്ങിയ പ്രധാന വേഷങ്ങൾ അരങ്ങിലെത്തുന്നതിന് തൊട്ടു മുൻപ് നടത്തുന്ന ആചാരപരമായ പ്രവേശനത്തെയാണ് തിരനോട്ടം എന്ന് വിളിക്കുന്നത്. കളിവിളക്കിന്റെ പ്രഭയിൽ തിരശീലയുടെ മുകളിൽ കൂടി കണ്ണുകൾ മാത്രം കാണിച്ച് കഥാപാത്രത്തിന്റെ ഭാവവും ധീരതയും കാണികളെ അറിയിക്കുന്ന ഈ ചടങ്ങ് വേഷത്തിന്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു. കഥകളിയുടെ ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ ചടങ്ങല്ല, പക്ഷേ കഥകളിയുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗമാണ് ഏത്? തിരനോട്ടം. പിന്നെയാണ് ഭരതവാക്യം. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു നാടകത്തിൻ്റെയോ സംവാദത്തിൻ്റെയോ അവസാന വാക്ക് അല്ലെങ്കിൽ ചടങ്ങ് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പറയുന്ന ആശംസാവാക്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഭരതവാക്യം ഉപയോഗിക്കുന്നത്. ഇത് ഭാരതീയ നാടക സമ്പ്രദായത്തിലെ പ്രമുഖനായ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ്. നാടകത്തിന്റെ അവസാനം കണ്ടോ, ധനാശി കഥകളിയുടെ അവസാനം, ഭരതവാക്യം നാടകത്തിന്റെ അവസാനം ചൊല്ലുന്ന മംഗള ശ്ലോകമാണ്. ഇത് പിന്നീട് എന്തായി മാറി? ഇതൊരു വിഷയത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ ഒരു തീർപ്പിനെ സൂചിപ്പിക്കാൻ ഇന്ന് ശൈലിയായിട്ട് പ്രയോഗിക്കുന്നു. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാലും ധനാശി പാടുക എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ്. അപ്പോ ഈ 12 ചോദ്യങ്ങളോട് കൂടി ആ ചോദ്യങ്ങളുടെ ഉത്തരവും അതിൻ്റെ വിശകലനങ്ങളോടും കൂടി ഞാൻ ഈ സെഷൻ എന്ത് ചെയ്യുകയാണ്? ഭരതവാക്യം ചൊല്ലുകയും ധനാശി പാടുകയുമാണ് കേട്ടോ. ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാനും അറിവില്ലാത്ത കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഈ സെഷൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടറ്റിന് തയ്യാറെടുക്കുന്ന ഒരുവനാണ് അല്ലെങ്കിൽ ഒരുവളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും എൻട്രിയിലെ ക്ലാസ്സുകൾ മികച്ച മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന്, നിങ്ങൾ ഇതുവരെ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.